കാസർഗോഡ് തയ്യേനിയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകോപനമില്ലെന്ന പരാതിയുമായി കോൺഗ്രസ് നേതാവ് ഈസ്റ്റർ എളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് മുത്തൂലിയാണ് പരാതി ഉന്നയിച്ചത്. ഏർപ്പെടുത്തിയിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിന് മുമ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇന്നലെ ജില്ലാ കളക്ടർ, MLA അടക്കമുള്ള ജനപ്രതിനിധികൾ, ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ വന്ന് ഇവിടെ ക്യാമ്പ് സെറ്റ് ചെയ്തു. 54ഓളം പേരെ നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റി. ഇവിടെ 30ഓളം വീടുകൾക്ക് ഭാഗികമായിട്ടുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പല റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല. ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്, വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ നിറവേറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. നമ്മുടെ ക്യാമ്പിൽ 54 ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട്, ആശാവർക്കർമാരുണ്ട്, പഞ്ചായത്തിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുണ്ട്. ഏകദേശം 100ലധികം ആളുകൾ ഈ ക്യാമ്പിന്റെ പ്രവർത്തനവുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 45 പേർക്ക് മാത്രമുള്ള ഭക്ഷണമാണ് ലഭ്യമാകുന്നത്. അത് റവന്യൂ അധികൃതർ ഈ കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. പഞ്ചായത്തിനെ നേരിട്ട് ഏൽപ്പിച്ചാൽ പഞ്ചായത്തെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ പഞ്ചായത്ത് നൽകുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഘടകവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ റവന്യൂ വകുപ്പ്, വില്ലേജിൽ, അതുപോലെ താലൂക്കിലെ ഉദ്യോഗസ്ഥർ നൽകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത്. ഇതിന് ഉടനടി ഒരു കോർഡിനേഷൻ, ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ക്യാമ്പ് വലിയൊരു പരാജയമായിട്ട് മാറും എന്ന് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, വളരെ കുറച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളും അതിലെ അന്തേവാസികളുമാണ് ഉള്ളത്. പക്ഷേ അതുപോലും കൃത്യമായി നടത്താൻ കഴിയുന്നില്ല എന്ന പരാതി കോൺഗ്രസ് നേതാവ് തന്നെ ഉന്നയിക്കുകയാണ്. സിജു. ഷമി, കാസർഗോഡ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകോപനമില്ല എന്ന പരാതിയുമായി കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തയ്യേനി വായിക്കാനത്ത് മണ്ണൊലിപ്പ് ഉണ്ടായത് വലിയ രീതിയിൽ അപകട ഭീഷണിയായ പ്രദേശത്ത് നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചത്. എന്നാൽ ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു ഏകോപനമില്ലായ്മ ക്യാമ്പിൽ നേരിടുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവും വൈസ് പ്രസിഡന്റ് ജോസഫ് മുത്തൈലി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കൃത്യമായി ഭക്ഷണം ലഭിക്കാനാണ് പരാതി. 54 പേരുള്ള ക്യാമ്പിൽ 45 പേർക്ക് മാത്രമാണ് ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം എത്തിച്ചത്. അതോടൊപ്പം തന്നെ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരടക്കം 75 പേർ നിലവിൽ മുഴുവൻ സമയവും ഈ ക്യാമ്പിലുണ്ട്. പക്ഷേ അവർക്കായി ഉച്ചഭക്ഷണം എത്തിച്ചത് 65 പേർക്ക് മാത്രമെന്നും പരാതി പറയുന്നു. കൃത്യമായ ഒരു ഏകോപനമില്ലായ്മ വിവിധ വകുപ്പുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ക്യാമ്പ് തീർത്തും പരാജയമാണ് എന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ ഉന്നയിക്കുന്നത്. ഷമി.